സൗദി അറേബ്യ പാലസ്തീനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നു അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാവില്ലേ? വലിയ തിരിച്ചടിയാണ്. കേരളത്തിലെ സുഡുക്കൾ എന്തു പറഞ്ഞ് കരയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഹമാസ് എന്ന് പറഞ്ഞ് ഇവിടെ നിലവിളിക്കുന്ന ആളുകളാണ്. ഹമാസിനെ, പാലസ്തീനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു മുഹമ്മദ് ബിൻ സൽമാൻ, MBS, അന്നം തരുന്ന രാജ്യം. സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നു പാലസ്തീൻ ഇനി പിന്തുണയൊന്നുമില്ല. പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ പ്രകടനം നടത്തുകയോ എല്ലാം ചെയ്താൽ പിടിച്ച് ഞാൻ ജയിലിടും. മുഹമ്മദ് ബിൻ സൽമാൻ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, പാലസ്തീൻ പ്രശ്നം എൻ്റെ പ്രശ്നമല്ല. ആഗോള മുസ്ലിമുകൾ എന്നൊക്കെ പറഞ്ഞിവിടെ ബഹളം വെക്കുമല്ലോ. ഇപ്പോൾ പാലസ്തീനിൽ സംഭവിച്ചാൽ അവിടെ ഒരാളെ ഉറുമ്പ് കടിച്ചാൽ കൊണ്ടോട്ടിയിൽ പ്രകടനം നടത്തുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണല്ലോ ഇവിടെ തൃത്താല ഉറൂസിന് യഹിയ സിൻവറിൻ്റെയും നസറുള്ളയുടെയും പടങ്ങൾ വെച്ച് നടത്തുന്നു. എന്നിട്ട് വഖഫിനെതിരെയുള്ള എയർപോർട്ട് കോഴിക്കോട്ട് മാർച്ചിൽ ഹമാസിൻ്റെ സ്ഥാപകനായ അഹമ്മദ് യാസിൻ്റെ ചിത്രം വെക്കുന്നു. ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ഇമാം ഹസനുൽ ബാനയുടെ ചിത്രം വെച്ചൊക്കെ പ്രകടനം നടന്നൊക്കെ ഉണ്ട്. അപ്പം ഇത് ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ വികാരം, വേദന ഞങ്ങളുടെ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുത്തെ സുഡുക്കൾ തള്ളിമറിക്കുന്നത്. ഇപ്പം എന്താ നിങ്ങളുടെ വിശുദ്ധ നാടായ മക്കയും മദീനയും ഇരിക്കുന്ന ആ രാജ്യത്തിൻ്റെ പരമാധികാരി സൗദി അറേബ്യ ലോകത്തിലെ ഏറ്റവും വികസ്വര രാജ്യമാക്കി മാറ്റാൻ അശ്രാന്തം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന യുവാവായ ഭരണാധികാരി പറയുന്നു, പാലസ്തീൻ പ്രശ്നം എൻ്റെ രാജ്യത്തിൻ്റെ പ്രശ്നമല്ല, എൻ്റെ രാജ്യവും അവിടുത്തെ ജനങ്ങളുമാണ് എനിക്ക് പ്രധാനം. അത് മാത്രമല്ല, പഴയ ചിന്താഗതികളിൽ കുടുങ്ങി സമയം കളയേണ്ട കാര്യമില്ല, അതിന് ഞാൻ തയ്യാറല്ല. സൗദി അറേബ്യ ഇനി പഴയ മാമൂലുകളിലും ഒക്കെ കുടുങ്ങിക്കിടക്കാൻ തയ്യാറല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട. പഴയ മാമൂലുകൾ, പഴയ ചിന്താഗതികൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഇസ്ലാമിക ജീവിതത്തെ സംബന്ധിച്ചുള്ള ചില അടിച്ചേൽപ്പിക്കുന്ന സംഗീതം പാടില്ല, സിനിമ പാടില്ല, ഡ്രൈവിംഗ് പാടില്ല, സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടില്ല, അല്ലേ? അവരുടെ തലമുടി പോലും പുറത്ത് കാണാൻ പറ്റാത്ത ഔറത്ത് ഭംഗം വരുത്തുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ കേരളത്തിൽ പോലും സ്ത്രീകളെ പ്രസവിക്കാൻ ആശുപത്രി കൊണ്ടുപോയാൽ ഔറത്ത് വെളിപ്പെടും എന്നതുള്ളതുകൊണ്ട് പ്രസവം വീട്ടിൽ നടത്തി അമ്മയെയും കുഞ്ഞിനെയും കൊല്ലുന്ന ആളുകൾ വരെ കൂടി വരുമ്പോഴാണ് സൗദി അറേബ്യയിലെ രാജാവ് പറയുന്നത്, പഴയ ചിന്താഗതികളിൽ കുടുങ്ങി ഇനി സമയം കളയേണ്ടതില്ല. നോക്കുമ്പോൾ നമ്മൾ ശരിയാണ്, ഇസ്ലാമിക വിശ്വാസം അല്ലെങ്കിൽ ശരീഅത്ത് കാര്യങ്ങളിൽ ഊന്നി നിന്നൊരു സൗദി അറേബ്യ ഉണ്ടായിരുന്നു. നമ്മുടെ UAE നോക്കുമ്പോൾ UAE അപേക്ഷിച്ച് വല്ലാതെ ഇരുണ്ട കാലത്താണ് സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ റംസാൻ കാലത്ത് പുറത്തിറങ്ങി നടന്നാൽ മറ്റ് സമുദായത്തിൽപ്പെട്ട മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾ ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാൽ പോലും പണ്ടൊക്കെ അടി കിട്ടുമായിരുന്നു. അവിടുത്തെ മത പോലീസ്. പിന്നെ ഈ അവിടെ വിദേശത്തുനിന്ന് പോകുന്ന ആളുകൾ, ഇന്ത്യക്കാരും കേരളീയരും ഒക്കെ സൗദി ചെല്ലുമ്പോൾ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയാൽ ഉടനെ ബുർഖ എടുത്ത് ധരിക്കണമായിരുന്നു. ഇതൊക്കെ മാറിയിട്ട് സ്ത്രീകൾക്ക് അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. സൗദിയിൽ നടക്കുന്ന ഒരു ഫെയർ, എന്തോ ഒരു ഫെസ്റ്റിവലാണ്, വലിയ ജൈൻറ്റ് വീലൊക്കെ കറങ്ങുന്നുണ്ട്. അവിടെ നിന്ന് ആണുങ്ങൾ ഡ്രം കൊട്ടുന്നു, ആ തൊട്ടപ്പുറത്ത് നിന്നിട്ട് പെണ്ണുങ്ങൾ നൃത്തം ചെയ്യുന്നു, സ്ത്രീകളും ഡ്രം കൊട്ടുന്നു. ഒരു ബെല്ലി ഡാൻസിൻ്റെ വേഷമൊക്കെ ധരിച്ച്. സൗദി അറേബ്യയിലാണ്. സൗദി മാറുകയാണ്. പഴയ മാമൂലുകളിലും പഴയ ചിന്താകളിലും കുടുങ്ങിക്കിടക്കണ്ട, അതിനുവേണ്ടി സമയം കളയണ്ട എന്ന് പറഞ്ഞിട്ട് MBS വീണ്ടും പറയുന്നത്, എൻ്റെ രാജ്യം അതിവേഗം പുരോഗതിയിലേക്ക് വരണം, അതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇനി എനിക്ക് വേണ്ടത് ലോകത്തെ ഏറ്റവും മികച്ച, ഏറ്റവും സൗകര്യപ്രദമായ രാജ്യമായി സൗദി അറേബ്യ മാറണം. അതിന് വേണ്ടുന്നതൊക്കെ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾ ഈ പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് കിടക്കുക. ലോകത്ത് പലയിടത്തും ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ട്, 17 രാജ്യങ്ങളുണ്ട്. അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുക, അതിലൊക്കെ ഇടപെടുക, അതിലൊക്കെ അഭിപ്രായം പറയുക, അതിനുവേണ്ടി പണം മുടക്കുക, അതിൻ്റെ വേണ്ടി പ്രചാരവേല നടത്തുക, ഇതൊന്നും സൗദി അറേബ്യയുടെ ജോലിയല്ല എന്ന് സൗദി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ വലിയൊരു മാറ്റമാണ്. അപ്പോൾ ട്രംപ് വന്നിരിക്കുന്നു. ട്രംപിൻ്റെ കഴിഞ്ഞ ടൈമിൽ 2019 ട്രംപ് പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ഇസ്രയേലും സൗദിയും തമ്മിലുള്ള ധാരണ, അകൽച്ച മാറ്റിയിട്ട് അബ്രഹാം അക്കോർഡിന്റെ കാര്യത്തിലേക്ക് തീരുമാനം വന്നു. അതിൽ ഒപ്പിട്ട് അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഭരണമാറ്റം ഉണ്ടായിട്ട് ബൈഡൻ വരുന്നത്. അപ്പം ഇസ്രയേലിനെ സംബന്ധിച്ച് പരമ്പരാഗത ഇസ്ലാമിന്റെ ശത്രുക്കളാണ് ഇസ്രയേൽ ജൂതന്മാർ എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് ഇസ്രയേലുമായി ധാരണയിലെത്താൻ ഒരു അബ്രഹാം അക്കോർഡ് ഒപ്പിടാൻ വരെ മുഹമ്മദ് ബിൻ സൽമാൻ തയ്യാറായിരുന്നു. അതേ സാഹചര്യം ഇപ്പോൾ വീണ്ടും വരികയാണ്. വീണ്ടും വന്നിട്ട് നോക്കൂ, ഇസ്രയേലിന് അനുകൂലമാണിത്. ഇനി പലസ്തീന്റെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, പാലസ്തീൻ ഞങ്ങളുടെ വിഷയമല്ല, പാലസ്തീന് വേണ്ടിയുള്ള വാദം ഉന്നയിക്കുന്നവർ അവരെന്തോ ചെയ്യട്ടെ, പാലസ്തീൻ ഇനി എൻ്റെ വിഷയമല്ല എന്ന് പറഞ്ഞാൽ ഹമാസ് ഇനി എനിക്ക് വേണ്ടപ്പെട്ടവരല്ല എന്നല്ലേ തള്ളിക്കളയാണോ? ഹമാസിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ എനിക്ക് തോന്നുന്നു ട്രംപ് വീണ്ടും വന്നിരിക്കുന്നു, വീണ്ടും അബ്രഹാം അക്കോർഡിൻ്റെ കാലം വരാൻ പോവുകയാണ്. ഇസ്രയേലും സൗദിയും തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവുന്നു. ഇസ്രയേലിൻ്റെ എംബസികൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പതുക്കെ വരാൻ പോവാണ്. പലയിടത്തും ഇപ്പോൾ നല്ല ബന്ധങ്ങളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നേരത്തെ ഈ ഗൾഫിലെ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ടെലിവിഷനിൽ ജൂതന്മാരെന്ന് പറഞ്ഞാൽ വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു. വലിയ കൊള്ളപ്പലിശക്കാർ. നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഷൈലോക്കിൻ്റെ കഥ അറിയാമല്ലോ. അററാത്തൽ മാംസം പണത്തിന് പകരം തുടയിലെ മാംസം അറുത്തു വാങ്ങുന്ന ഷൈലോക്കത്തിനെ പോലെയുള്ള കൊള്ളപ്പലിശക്കാരൊക്കെ ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ജൂതന്മാരെയായിരുന്നു. പിന്നെ വില്ലന്മാരും ബലാത്സംഗക്കാരും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചത്. ഇതൊക്കെ മാറിയിട്ട് കഴിഞ്ഞ ഒരു 5-8 വർഷമായി അബ്രഹാം അക്കോർഡിന് ശേഷം ഗൾഫ് രാജ്യങ്ങളിലെ ടെലിവിഷൻ ചാനലുകളിൽ ജൂതന്മാർ നല്ലവരാണ്, ബുദ്ധിശാലികളാണ്, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നവരാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണെന്നുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ പോലെ മതത്തിൻ്റെ പേരിൽ കണ്ണടച്ച് കെട്ടി, അല്ലെങ്കിൽ കണ്ണിനു മീതെ മതത്തിൻ്റെ കറുത്ത തുണി മാത്രം കെട്ടി എൻ്റെ മതം അതുമാത്രമാണ് ശരി, എൻ്റെ മതത്തിൻ്റെ ആധിപത്യം ലോകത്ത് മുഴുവൻ വേണം എന്നു പറഞ്ഞ് ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യബോധം ആർക്കുണ്ട്? ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്. പക്ഷേ അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ആലോചിക്കണം. സൗദി പോലും ഹമാസിനെ തള്ളിക്കളയുമ്പോൾ ഇവിടെ യാഹിയ സിൻവറിന് വേണ്ടിയിട്ട് ജാഥ നടത്തുന്ന ആളുകളെ കുറിച്ച് എന്ത് പറ്റും? ഇവിടെ CPM ആനപ്പുറത്ത് കൊണ്ടുവന്ന് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ കഫിയ ധരിച്ചു. അതെ അതെ, എന്തായിരുന്നു അതല്ലേ? സൗദി അറേബ്യ പറഞ്ഞു എനിക്ക് പലസ്തീനൊന്നുമില്ല, ഇനി പലസ്തീൻ വേണ്ട. ഇനി മാത്രമല്ല, അമേരിക്ക ചെയ്യുന്നത് പോലെ ഈ ഹമാസിന് അനുകൂലമായ പ്രകടനം അല്ലെങ്കിൽ പലസ്തീൻ അനുകൂലമായ പ്രകടനം എന്നെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാം. ഇസ്രായേലിനെതിരായ പ്രകടനം അല്ലേ? അതെ, ഇസ്രായേലിനെതിരായ പ്രകടനം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ജൂതന്മാർക്കെതിരായ പ്രകടനം എന്നാണ് അല്ലേ? ജൂതന്മാരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് ജൂതന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് മാത്രമല്ല, ഞാൻ പറഞ്ഞത് പലസ്തീന് വേണ്ടിയുള്ള പ്രകടനം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെതിരെയുള്ള പ്രകടനം എന്നാണ്. ഇസ്രായേലിനെതിരെ എന്ന് പറഞ്ഞാൽ പരമ്പരാഗത ഖുർആന്റെ കാലം മുതൽ ജൂതന്മാർക്കെതിരെയുള്ള വിരോധമാണ്. അതിനി പറ്റില്ല എന്നാണ് സൗദി പറയുന്നത്. ഇത് തന്നെ ആര് പറയുന്നുണ്ട്? അമേരിക്ക ട്രംപ് പറയുന്നുണ്ട്. സയനിസത്തിനെതിരെ ആന്റി സെമിറ്റിസം, അത് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ജൂതന്മാർക്കെതിരെ, മുസ്ലിങ്ങളുടെയും ലെഫ്റ്റ് ലിബറലുകളുടെയും ഭാഗത്ത് നിന്ന് ജൂതന്മാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, ഹമാസിന് അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചാൽ, ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ, ജൂതന്മാരെ നോക്കി പേടിപ്പിക്കുക പോലും ചെയ്താൽ നിന്നെ നാട് കടത്തുമെന്ന് ആര് പറയുന്നുണ്ട്? ട്രംപ് പറയുന്നുണ്ട്. നമ്മുടെ രഞ്ജനി ഹരിദാസ് അല്ലെ, രഞ്ജനി ശ്രീനിവാസൻ അതിനെ പോലും നാട് കടത്തി വിട്ടി. പലരെയും നാട് കടത്തി പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. അവിടെ F1 വിസ ഒക്കെ റദ്ദാക്കുന്നുണ്ട്. ക്യാമ്പസുകൾക്ക് മേൽ കടുത്ത നടപടികൾ ട്രംപ് ഭരണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ജൂഡായിസത്തിനെതിരെ, ജൂതന്മാർക്കെതിരെ, ഇസ്രായേലിനെതിരെ ഇനി സൗദി അറേബ്യ പറഞ്ഞാലും ജയിലാണ്. അതെ, നാട് കടത്തപ്പെടും. അല്ലെങ്കിൽ തന്നെ സൗദിയിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ അന്നം തരുന്ന നാട്, മിലാഫ് കോള കണ്ടുപിടിച്ച സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന വിദ്വാന്മാർ ഇവിടെ വന്നാൽ പ്രകടനം നടത്തുക. എന്നാൽ പിന്നെ സൗദി പോയി ഇന്നലെ MBS ഇത് പറയുന്നതിന് മുമ്പും സൗദി പോയി ഇസ്രായേലിനെതിരെ പ്രകടനം നടത്തിയ വിവരം അറിയും അല്ലേ? കാരണം അവിടെ ഒന്നും പറ്റൂല. അവിടെ ഇതിന് വേണ്ടിയിട്ട് റോഡ് നിസ്കരിക്കാൻ പറ്റില്ല, മോസ്കിനകത്ത് വലിയ കോളാമ്പി വെച്ചിട്ട് അലറാൻ പാടില്ല. എല്ലാ നിയന്ത്രണങ്ങളും ഗൾഫ് രാജ്യങ്ങൾ നടപ്പാക്കുന്നുണ്ട്, സൗദി അറേബ്യയിൽ നടപ്പാക്കുന്നുണ്ട്. സജി ചെറിയാൻ എന്നാൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഞാൻ പോയിട്ട് വന്നപ്പോൾ അവിടെങ്കിലും പള്ളിയിൽ മൈക്കൊന്നും കണ്ടില്ല. ഉടനെ അതിന്റെ പേരിൽ ഇവിടെ സജി ചെറിയാന്റെ നേരെ ചന്ദ്രഹാസാളാക്കി. സജി ചെറിയാൻ കണ്ട കാര്യം പറഞ്ഞു. അവിടെ പോയി വാങ്ക് വിളിക്കുന്നത് സജി ചെറിയാൻ കേട്ടില്ല. അത് പറയാൻ പാടില്ല. കാരണം എന്താ പറയുക, അത് പറയരുതെന്ന് പറയാൻ കാരണം സജി ചെറിയാൻ അത് വിഴുങ്ങി കേട്ടോ. കാരണം പേടിച്ചു. കാരണം ഇവിടെ ഇതൊക്കെ തുടരുകയാണ്. ഇവിടെ ഇങ്ങനെ ഈ ഒരറ്റത്തുനിന്ന് അങ്ങ് തുടങ്ങിയാൽ വാങ്ക് വിളിയാണ്. ബോംബെയിലൊക്കെ കേസ് വന്നു. ബോംബെ ഹൈക്കോടതി പറഞ്ഞു പറ്റത്തില്ല. ഒരു പ്രദേശത്ത്, ഒരു ടൗൺഷിപ്പിൽ, ഒരു ചെറിയ പട്ടണത്തിൽ 12 മസ്ജിദുകളാണ്. ഒന്ന് തിരുമ്പോൾ അടുത്തെന്ന് തുടങ്ങും. അങ്ങനെ വന്നിട്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് മഹാരാഷ്ട്രയിൽ പറഞ്ഞു, അത് അഴിപ്പിച്ചു, UP-യിൽ അഴിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ഈ കൊളാമ്പി മാതൃകയിലുള്ള ഉച്ചഭാഷണികൾ നിരോധിച്ചിരിക്കുകയാണ്. ബോക്സ് മാതൃകയിലുള്ള വെക്കാൻ പറ്റുള്ളൂ. എത്രയോ വർഷങ്ങളായിട്ടുള്ള നിരോധനമാണ്, സുപ്രീം കോടതിയുടെ നിരോധനമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങൾ, പള്ളികളിലുണ്ടാവാം, അമ്പലങ്ങളിലുണ്ടാവാം, മസ്ജിദുകളുണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോഴും കോളാമ്പി മൈക്കുകൾ ഇരിക്കുന്നത് വാങ്ക് വിളിക്കാൻ തന്നെയാണ്. അപ്പം നിയമം നടപ്പാക്കുന്ന കാര്യത്തിൽ കേരള സർക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വാങ്ക് വിളി തുറന്നുകൊണ്ടിരിക്കുമ്പോൾ, കാരണം മക്കയിലേക്ക് നോക്കിയിട്ടാണല്ലോ നിസ്കരിക്കുന്നത് അല്ലേ? മക്കയുടെ ദിശയിലേക്ക് നോക്കിയിട്ടാണ് ആഗോള തലത്തിൽ ഇസ്ലാമിസ്റ്റുകൾ, മുസ്ലിമുകൾ നിസ്കരിക്കുന്നത്. അപ്പോൾ അവിടെ നിസ്കരിക്കേണ്ട സമയമായി എന്ന് മക്കയെ ഓർമ്മിച്ചുകൊണ്ടാണ് ഈ വാങ്ക് വിളിക്കുന്നത്. ഈ വാങ്ക് വിളിക്കുക എന്ന് പറയുന്ന സാധനം അവിടെ വാങ്ക് വിളി അലക്കുന്ന മക്ക ഇരിക്കുന്ന സ്ഥലത്തില്ലെന്ന് സജി ചെറിയാൻ പറഞ്ഞാൽ
ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അവിടെ ഇല്ല പിന്നെ ഇവിടെ എന്തിനാന്നുള്ള ചോദ്യം വരും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബഹളം വെക്കുകയും സജി ചെറിയാൻ്റെ മണ്ടയ്ക്ക് ഏറുകയും സജി ചെറിയാൻ അത് വിഴുങ്ങുകയും ചെയ്തു. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഈ കേരളത്തിലെ സി പി എം ആണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിസ്റ്റ് പാർട്ടി. CPIM എന്ന് പറഞ്ഞാൽ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അല്ല, മുസ്ലിം എന്ന തരത്തിലേക്ക് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടി ഇനി എന്തിൻ്റെ പേരിൽ ഹമാസിന് വേണ്ടി പലസ്തീന് വേണ്ടി ശബ്ദിക്കും? കാരണം സൗദി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ട. അപ്പം ഖത്തറിലായിരുന്നല്ലോ ഈ ഹമാസിൻ്റെ നേതാക്കന്മാരെ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഖത്തർ അവരെ പുറത്താക്കി, തുർക്കിയാണ് ഇപ്പോൾ കൊണ്ടുവച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ ഈ ആഗോള ഇസ്ലാമിക ശക്തികൾക്ക് വേണ്ടി നിലവിളിക്കുന്ന കേരളത്തിലെ സുടുക്കൾക്ക് തുർക്കിയാണ് ഞങ്ങളുടെ മാതൃരാജ്യം എന്ന് പറയാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും മുഹമ്മദ് ബിൻ സൽമാൻ, നമ്മൾ ആവേശത്തോടെ പറയാറുണ്ട്, അഭിമാനത്തോടെ പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും പുരോഗമന കാഴ്ചപ്പാടുള്ള, ഏറ്റവും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോകത്ത്. എനിക്ക് നരേന്ദ്രമോദി കഴിഞ്ഞാൽ, പിന്നെ ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞാൽ, എനിക്ക് അവർക്കൊപ്പമോ തൊട്ടു താഴെയോ ഇഷ്ടമുള്ള ആൾ മുഹമ്മദ് ബിൻ സൽമാനാണ്. എന്തൊരു കരിസ്മയാണ് ആ മനുഷ്യൻ്റെ മുഖത്ത്, അല്ലേ? എന്തൊരു തേജസ്സാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മതാന്തത നിറഞ്ഞിട്ടില്ല, മതത്തിൻ്റെ ഇരുട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് പ്രകാശമുണ്ട്. പ്രകാശമുള്ള കണ്ണുകൾ തുറന്നു വെച്ച് ആർജവമുള്ള വാക്കുകളിലൂടെ ലോകത്തെയാകെ മുന്നോട്ട് നയിക്കുന്ന ഒരു ലോക നേതാവായി മുഹമ്മദ് ബിൻ സൽമാൻ മാറുകയാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുതിയ പ്രഖ്യാപനം വന്നത്. നമുക്കതിന് കൈയടിക്കാതിരിക്കാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.